ഹലോ, ഞാൻ നടക്കാൻ പോകുന്നത് BA-BSc സെക്കൻഡ് സെമിസ്റ്റർ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയിട്ട് കാണാം. ഇന്ന് 101ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ: ദ മോസ്റ്റ് കാറ്റസ്ട്രോഫിക് വെതർ ഓർ ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റർ ഇൻ ടേംസ് ഓഫ് ലൈവ്സ് ലോസ്റ്റ് ആർ. ആൻസർ വരുന്നത് ഡ്രൗട്ട്സ് ആണ് കേട്ടോ. മോസ്റ്റ് കാറ്റസ്ട്രോഫിക് വെതർ ആണ് ഓർ ക്ലൈമറ്റ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ ഇൻ ടേംസ് ഓഫ് ലീവ്സ് ലോസ്റ്റ് ആർ. ഡ്രൗട്ട്സ് ആണ് കേട്ടോ, ഡ്രൗട്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ മോസ്റ്റ് എസെൻഷ്യൽ ഐറ്റം ദാറ്റ് ദ ഡിസാസ്റ്റർ സ്ട്രിക്കൺ population must be provided with is. Most essential item that the disaster stricken population must be provided with. ആൻസർ വരുന്നത് ബി ആണ്, ഡ്രിങ്കിങ് വാട്ടർ ആണ് കേട്ടോ. എസെൻഷ്യൽ ഐറ്റം ആണല്ലോ, സോ ഡ്രിങ്കിങ് വാട്ടർ ആണ്. ഓക്കെ, ഡ്രിങ്കിങ് വാട്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ മൗണ്ട് വെസൂവിയസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആൻ. ആൻസർ വരുന്നത് ഡോർമെൻറ്റ് വോൾക്കാനോ ആണ് കേട്ടോ. മൗണ്ട് വെസൂവിയസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഡോർമാൻറ്റ് വോൾക്കാനോ. ഡോർമാൻറ്റ് വോൾക്കാനോക്ക് എക്സാമ്പിളാണ് ആര്? മൗണ്ട് വെസൂവിയസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ദ മൂവ്മെൻറ്റ് ഓഫ് എർത്തി മെറ്റീരിയൽസ് ഫ്രം ഹയർ റീജിയൻ ടു ലോവർ റീജിയൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ ഈസ് കോൾഡ്. ആൻസർ വരുന്നത് സി ആണ്, ലാൻഡ് സ്ലൈഡ് ആണ് കേട്ടോ. മൂവ്മെൻറ്റ് ഓഫ് എർത്തി മെറ്റീരിയൽസ്, അതായത് എർത്തിൻ്റെ ഒരു ഭാഗം മൂവ്മെൻറ്റ് ചെയ്യപ്പെടുകയാണ് ഫ്രം ഹയർ റീജിയൻ ടു ലോവർ റീജിയൻ, മേലിൽ നിന്ന് താഴോട്ട്, ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ. ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ടാണ് അങ്ങനെ ചെയ്യപ്പെടുന്നത്. അതിനെ പറയുന്ന പേരെന്താണ്? ലാൻഡ് സ്ലൈഡ് ആണ് കേട്ടോ. ലാൻഡ് സ്ലൈഡ് ആണ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ നെയിം ഓഫ് ദി ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോ ഈസ്. ആൻസർ വരുന്നത് മോന ലാവോ ഇൻ ഹവായി. ഹവായിലുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഫസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ലാർജസ്റ്റ് ആക്റ്റീവ് വോൾക്കാനോയെ നമ്മൾ മൗന ലാവോ ഇൻ ഹവായി എന്ന് പറഞ്ഞ വോൾക്കാനോ ആണ് ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോ. ഓക്കെ, സജീവമായിട്ടുള്ള വോൾക്കാനോ എന്നൊക്കെ പറയുന്നത്, സജീവമായിട്ടുള്ള വോൾക്കാനോയുടെ മലയാളം ലാവ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ ഉള്ളത് മൗന ലാവോ ഇൻ ഹവായിലാണ് കേട്ടോ. ഹവായി എന്ന് ആലോചിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഈസ് സീസ്മിക്കലി വൺ ഓഫ് ദ 6 മോസ്റ്റ് ആക്റ്റീവ് റീജിയൻ ഓഫ് ദ വേൾഡ് അലോങ് വിത്ത് ദ അതർ 5 zones ഓഫ്. ആൻസർ വരുന്നത് മെക്സിക്കോ, തായ്വാൻ, കാലിഫോർണിയ, ജപ്പാൻ ആൻഡ് ടർക്കി. മെക്സിക്കോ, തായ്വാൻ, കാലിഫോർണിയ, ജപ്പാൻ ആൻഡ് ടർക്കിയാണ് കേട്ടോ വരുന്നത്. മെക്സിക്കോ, തായ്വാൻ, കാലിഫോർണിയ അങ്ങനെ വരുന്നതാണ്. മെക്സിക്കോ ഫസ്റ്റ് വരുന്ന ആൻസറാണ് ആൻസറായിട്ട് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഈസ് സേസ്മിക്കലി വൺ ഓഫ് ദ 6 മോസ്റ്റ് ആക്റ്റീവ് റീജിയൻസ് ഓഫ് ദ വേൾഡ് അലോങ് വിത്ത് ദ അതർ 5 zones ഓഫ്. മെക്സിക്കോ, തായ്വാൻ, കാലിഫോർണിയ, ജപ്പാൻ ആൻഡ് ടർക്കി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: the number of tsunami waves generated by one earthquake is generally. The number of tsunami waves generated by one earthquake is generally. Answer വരുന്നത് ബി ആണ്, 10 or 2 ആണ് കേട്ടോ. നമ്പർ ഓഫ് സുനാമി വേവ്സ് ജനറേറ്റഡ് ബൈ വൺ എർത്ത് ഇസ് ജനറലി 10 അല്ലെങ്കിൽ 12. ഓക്കെ, 10 or 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പേപ്പർ ബോൾ കെപ്റ്റ് നിയർ ദ മൗത്ത് ഓഫ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ വിൽ ബി പുഷ്ഡ് ഔട്ട് ബിക്കോസ്. എന്തുകൊണ്ടാണ് അത് പുഷ് ഔട്ടായി പോകുന്നത്? ആൻസർ വരുന്നത് ബി ആണ്. ബീൻ്റെ ആൻസർ എന്താ വരുന്നത്? ദ എയർ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഈസ് മോർ ദാൻ ദാറ്റ് അറ്റ് ദ മൗത്ത്. മൗത്തിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ പ്രഷർ എവിടെ ഉണ്ടാവും? പ്രഷർ അറ്റ് ദ ഇൻസൈഡ് ദ ബോട്ടിലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഫ്രേസ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എൻറ്റേർഡ് വൈഡ് സ്പ്രെഡ് യൂസേജ് ഇൻ. ആൻസർ വരുന്നത് എ ആണ്, 2003 കേട്ടോ. ദ ഫ്രേസ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എൻറ്റേർഡ് വൈഡ് സ്പ്രെഡ് യൂസേജ് ഇൻ 2003 കേട്ടോ. 2003 അങ്ങനെ ഒരു വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2003 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ നാച്ചുറൽ ഹസാർഡ് ഓഫ് എ ഗിവൺ ഇൻറ്റൻസിറ്റി at a specific location based on an analysis of natural process and site condition is termed as. ആൻസർ വരുന്നത് ഹസാർഡ് അസസ്മെൻ്റ് ആണ് കേട്ടോ. ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് നാച്ചുറൽ ഹസാർഡ് ഓഫ് എ ഗിവൺ ഇൻറ്റൻസിറ്റി അറ്റ് എ specific location based on an analysis of natural process and site conditions is termed as. answer the hazard assessment ആണ് കേട്ടോ. hazard assessment ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: the slow forming materials composed of. ആൻസർ വരുന്നത് all of the above ആണ്. റോക്സ് ഉണ്ട്, സോയിൽസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫിൽസ് ഉണ്ട്, all of the above ആണ് ആൻസർ വരുന്നത് കേട്ടോ. slow forming materials composed of all of the above. അടുത്ത ക്വസ്റ്റ്യൻ: the state lies in west coast is. ആൻസർ വരുന്നത് കർണാടകയാണ്. state lies in വെസ്റ്റ് കോസ്റ്റിലുള്ളത് കർണാടകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ദ സർഫസ് ഫാളിംഗ് ഓർ സ്ലൈഡിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിനെ പറയുന്ന പേര് എയ്തർ സ്ലോലി ഓർ ക്വിക്ക്ലി. ഒന്നെങ്കിൽ പതുക്കെ ആവാം അല്ലെങ്കിൽ പെട്ടെന്നാവാം. എയ്തർ സ്ലോലി ഓർ ക്വിക്ക്ലി ആണ് ആൻസർ വരുന്നത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം ഡിസാസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജ്? ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഇത് വന്നത്? അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വരുന്നത് ഫ്രഞ്ച് ആണ് കേട്ടോ. ഡിസാസ്റ്റർ ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച്. ഓക്കെ, ഡിസാസ്റ്റർ ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം സൈക്ലോൺ ഈസ് ഡിറൈവ്ഡ് ഫ്രം. സൈക്ലോൺ എവിടെ നിന്നാണ് വന്നത്? ഗ്രീക്ക് എന്നാണ് കേട്ടോ. സൈക്ലോൺ ഗ്രീക്കാണെന്ന് ആലോചിക്കാം. സൈക്ലോൺ ഗ്രീക്കാണ്. ഡിസാസ്റ്റർ എവിടെ നിന്നാണ്? ഫ്രഞ്ച് എന്നാണ്. സൈക്ലോൺ ഗ്രീക്കാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം ഡിസാസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ലാംഗ്വേജ്? ആൻസർ വരുന്നത് ഗ്രീക്ക്. ഡിസാസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ലാംഗ്വേജ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രീക്കാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഡിസാസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജ് എന്ന് പറഞ്ഞപ്പോൾ ആൻസർ ഫ്രഞ്ചാണ് കണ്ടത്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ദ ടേം ഡിസാസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ലാംഗ്വേജ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് വരുന്നത് ഗ്രീക്കാണ് ആൻസർ വരുന്നത്. അപ്പോൾ ആൻസർ രണ്ടാമത് പറഞ്ഞ ആൻസർ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഗ്രീക്കായിട്ട് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം സൈക്ലോൺ മീൻസ്. എന്താണ് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ? കോയിൽ ഓഫ് സ്നേക്ക് ആണ് കേട്ടോ. കോയിൽ ഓഫ് സ്നേക്ക് എന്നുള്ളതാണ് സൈക്ലോണിൻ്റെ മീനിങ് കേട്ടോ. കോയിൽ ഓഫ് സ്നേക്ക് എന്ന് ആലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം ഇൻഫ്ലുവൻസ ഇംപ്ലൈസ് ടു. ഇൻഫ്ലുവൻസ ഇംപ്ലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫ്ലൂവിനെയാണ് കേട്ടോ. ഫ്ലൂ ആണ്. ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ ഫ്ലൂ ആണ്. ഫ്ലൂ തന്നെയാണ്. അതിൻ്റെ ഇടയിലുള്ള FLU എന്ന് ആലോചിക്കുക. ഫ്ലൂ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ടേം സുനാമി ഈസ് കോയിൻഡ് ഫ്രം. സുനാമി എവിടെ നിന്നാണ് വന്നത്? ജാപ്പനീസ് ടേം ആണ് കേട്ടോ. ജാപ്പനീസ് ടേം ആണ് ആൻസർ. ജാപ്പനീസ് ടേം ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജാപ്പനീസ് നിന്നാണ് സുനാമി വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ മുംബൈ ടുക്ക് പ്ലേസ് ഓൺ. ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ മുംബൈ എന്നാണ് സംഭവിച്ചത്? ആൻസർ വരുന്നത് 2008 ആണ് കേട്ടോ. 2008 ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ മുംബൈ സംഭവിച്ചത്. ഓക്കെ, 2008. അടുത്ത ക്വസ്റ്റ്യൻ ദ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് rigid plates are driven by forces within the earth and interact by. ആൻസർ വരുന്നത് ആൻസർ A, B ആൻഡ് C. എയും ബിയും സിയും ആൻസർ ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദ തിയറി ഓഫ് പാലറ്റ് ടെക്ടോണിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് റിജിഡ് പ്ലേറ്റ്സ് ആർ ഡ്രൈവൺ ഫോഴ്സ് വിത്തിൻ ദ എർത്ത് ആൻഡ് ഇൻറ്ററാക്ട് ബൈ എന്ന് പറഞ്ഞിട്ട് ആൻസർ D ആണ് വരുന്നത്. എല്ലാം കൂടെ എയും ബിയും സിയുമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ദ സുനാമി ദാറ്റ് കിൽഡ് ഓവർ 25,000 പീപ്പിൾ ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇൻ 2004 വാസ് കോസ്ഡ് ബൈ. ആൻസർ വരുന്നത് എൻ എർത്ത് ക്വേക്ക്. ഒരു എർത്ത് ക്വേക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്രയും പീപ്പിൾ മരിച്ചു പോയത്. ഓക്കെ, ആൻസർ വരുന്നത് B ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ട്വിൻ ടവർ ഓഫ് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇൻ USA വാസ് ഡിസ്ട്രോയിഡ് ബൈ ടെറർ അറ്റാക്ക് ഇൻ ദ ഇയർ. ആൻസർ വരുന്നത് B ആണ്. 2001 കേട്ടോ. ട്വിൻ ടവർ ഓഫ് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇൻ USA വാസ് ഡിസ്ട്രോയിഡ് ബൈ ടെറർ അറ്റാക്ക് ഇൻ ദ ഇയർ. ആൻസർ വരുന്നത് 2001. അടുത്ത ക്വസ്റ്റ്യൻ ദ 2 ആറ്റം ബോംബ്സ് ഡ്രോപ്ഡ് ഇൻ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ ജപ്പാൻ ബൈ USA ഡ്യൂറിങ്. B സെക്കൻഡ് വേൾഡ് വാറിലാണ് കേട്ടോ. സെക്കൻഡ് വേൾഡ് വാറിലാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ജപ്പാൻ. ഹിരോഷിമയും നാഗസാക്കി എവിടെയാണ്? ജപ്പാനിലാണ്. USA ആണ് എന്ത് ചെയ്തത്? ബോംബിട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്ലൂഡിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബോ ആണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോ. ക്ലൈമറ്റോളജിക്കൽ ഉണ്ട്, ഹൈഡ്രോളജിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഉണ്ട്, ലോക്കൽ ജിയോമോർഫോളജി ഓഫ് ദ ഫ്ലൂഡ് പ്ലെയിൻ, ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഡിഗ്രി ഓഫ് ഫ്ലൂഡിങ് ഇൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് ഓൾ ഓഫ് ദ എബോ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് എനർജി ദാറ്റ് ഷേക്സ് ദ എർത്ത് ഡ്യൂറിങ് ഓൺ എർത്ത് ക്വേക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻസർ വരുന്നത് ഷോക്ക് വേവ് D ആണ്. ഷോക്ക് വേവ്സ് D. ഓക്കെ, ദ ടൈപ്പ് ഓഫ് എനർജി ദാറ്റ് ഷേക്സ് ദ എർത്ത് ഡ്യൂറിങ് ഓൺ എർത്ത് ക്വേക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആൻസർ വരുന്നത് ഷോക്ക് വേവ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആർ. ആൻസർ വരുന്ന ഓൾ ഓഫ് ദ എബോ ആണ്. ഇതെല്ലാം മാൻ മെയ്ഡ് ആണ് കേട്ടോ. കെമിക്കൽ എക്സ്പ്ലോഷനും ലീക്കേജ് ഓഫ് ടോക്സിക് വേസ്റ്റും വാർ ആൻഡ് സിവിൽ സ്ട്രൈവും എല്ലാം എന്താണ്? മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ വെക്റ്റർ ഓഫ് സിക്ക വൈറസ് ഈസ്. വെക്റ്റർ ഓഫ് സിക്ക വൈറസ് എന്താണ്? ബോത്ത് A ആൻഡ് B ആണ് കേട്ടോ. എയ്ഡ്സ് ആൽബോപിക്ടസും ഉണ്ട്, എയ്ഡ്സ് ഈജിപ്റ്റിയും ഉണ്ട്. എയ്ഡ്സ് ഈജിപ്റ്റിയും എയ്ഡസ് ആൽബോപിക്ടസും എന്താണ്? രണ്ടും സിക്ക വൈറസിൻ്റെ വെക്റ്റേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ വേർഡ് ഡിസാസ്റ്റർ കംസ് ഫ്രം. ഡിസാസ്റ്റർ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുന്നത്? ഗ്രീക്ക് വേർഡ് B. ഓക്കെ, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കേട്ടോ. സോറി, B ഇല്ല. ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ഡിസാസ്റ്റർ വന്നിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഡിസാസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ ഫസ്റ്റിൽ ഒരു തെറ്റുണ്ടായിരുന്നു. അപ്പം ആൻസർ ഗ്രീക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, 130ാമത്തെ ക്വസ്റ്റ്യൻ ദ വേർഡ് ഡിസാസ്റ്റർ ഓവ്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം. ആൻസർ വരുന്നത് ജർമ്മൻ വേർഡ്. അതിൻ്റെ ഒറിജിൻ ഡിസാസ്റ്റർ ഓവ്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം
ജർമ്മൻ ആണ് കേട്ടോ. ഒറിജിൻ ഫ്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജർമ്മൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 131ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർഡ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം അറബിക് വേർഡ് മോസം വിച്ച് മീൻസ് സീസൺ. ദ വേർഡ് ഈസ്, ആൻസർ എന്താണ്? മൺസൂൺ ആണ് കേട്ടോ. മോസം എന്നുള്ള ഒരു അറബിക് വേർഡിൽ നിന്നും വരുന്നതാണ് മൺസൂൺ എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വേർഡ് ഹസാർഡ്സ് ഒറിജിനേറ്റഡ് ഫ്രം. ഹസാർഡ് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുന്നത്. ആൻസർ ഫ്രഞ്ച് വേർഡാണ് കേട്ടോ. ഹസാർഡ്സ് എവിടെ നിന്നാണ് വന്നത്? ഫ്രഞ്ചിൽ നിന്നാണ് കേട്ടോ. ഹസാർഡ്സ് ഫ്രഞ്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വേർഡ് സുനാമി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം. ആൻസർ എന്താണ്? സി ആണ്. ജാപ്പാനീസ് വേർഡാണ്. ജാപ്പാനീസ് വേർഡാണ് ആര്? സുനാമി. അടുത്ത ക്വസ്റ്റ്യൻ. ദർ ഹാസ് ബീൻ ലിറ്റിൽ റെയിൻ ഫോർ മന്ത്സ്. ആൻസർ ഡ്രൗട്ടാണ്. ലിറ്റിൽ റെയിൻ ഫോർ മന്ത്സ്, ചില മന്ത്സിൽ റെയിൻ ഉണ്ടാവും, അതിനെ ഡ്രൗട്ട് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ. ടു പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ് ഇംപ്രൂവിങ് ദ കൾട്ടിവേഷൻ ഇൻ ദ സ്ലൂപ്പി റീജിയൻ ദ റൂട്ട്സ് ഓഫ് വിച്ച് പ്രൊവൈഡ് എഫക്റ്റ്. ആൻസർ വരുന്നത് സി ആണ്. കൊഹഷൻ ആണ് കേട്ടോ. ടു പ്രിവെൻറ്റ് ലാൻഡ് സ്ലൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്രൂവിങ് ദ കൾട്ടിവേഷൻ ഇൻ ദ സ്ലോപ്പി റീജിയൻ നമ്മൾ കൾട്ടിവേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് കുറയും. ഓക്കെ, ദ റൂട്ട്സ് ഓഫ് വിച്ച് പ്രൊവൈഡ് എഫക്റ്റ്. ആൻസർ വരുന്നത് എന്താണ്? കൊഹഷൻ. അതിൻ്റെ ഒരു കൊഹഷൻ ബലം കൊണ്ടാണ് അത് അവിടെ നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Tremors that have occurred in earth crust are known as. ആൻസർ earthquakes ആണ് കേട്ടോ. എർത്ത് ക്രസ്റ്റ് എന്നൊരു ക്വസ്റ്റ്യൻ്റെ പേരാണ്. ട്രിമേഴ്സ് that have occurred in earth crust are known as earthquakes എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. ട്യൂബർകുലോസിസ് ജനറലി എഫക്ട്സ്. ട്യൂബർകുലോസ് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ലങ്സിലാണ് കേട്ടോ. ട്യൂബർകുലോസ് എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ലങ്സിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ടൈഫോയിഡ് കോസിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ സാൽമോണല്ലയാണ് കേട്ടോ. ടൈഫോയിഡ് കോസിങ് ബാക്ടീരിയൻ്റെ പേരെന്താണ്? സാൽമോണല്ല. ഓക്കെ, സാൽമോണല്ല എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ടൈഫൂൺ സൈക്ലോൺ ആർ ഫോംഡ് ഇൻ. ടൈഫൂൺ സൈക്ലോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആൻസർ വരുന്നത് ചൈനയിലാണ് കേട്ടോ. ഫോംഡ് ഇൻ ചൈനയിലാണ്. ടൈഫൂൺ സൈക്ലോൺ എവിടെയാണ് ഫോം ചെയ്യുന്നത്? ചൈനയിലാണ് കേട്ടോ. ടൈഫൂൺസ് എന്ന് കേൾക്കുകയാണെങ്കിൽ അത് ചൈനയിലാണെന്ന് ആലോചിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. UN Disaster Management Team UNDMT is responsible for solving problems resulting from disasters in. ആൻസർ വരുന്നത് all countries the world എന്ന് പറയുന്നുണ്ട്. UN Disaster Management Team UNDMT is responsible for solving problems resulting from disasters in. എല്ലാ കൺട്രീസിലുള്ള ഡിസാസ്റ്റേഴ്സിനും അവരെന്താണ്? റെസ്പോൺസിബിൾ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അൾട്ടിമേറ്റ് കോൺസിക്വൻസസ് ഓഫ് വാർ ആർ. അൾട്ടിമേറ്റ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് ആണ് വരിക. എല്ലാം വരും. ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ, ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ് ആൻഡ് എപ്പിഡമിക്സ്, റൈസ് ഇൻ റെഫ്യൂജീസ്, എല്ലാം വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അൾട്രാ വയലറ്റ് റേസ് ഇൻ റേഡിയേഷൻ ഓഫ് സൺ ഈസ് അബ്സോർബ്ഡ് ബൈ. ഓസോൺ അല്ലേ? അതെ, ഓസോണാണ്. അൾട്രാ വയലറ്റ് റേസിൻ്റെ റേഡിയേഷൻസിലൊക്കെ സണ്ണിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ആരാണ്? ഓസോൺ പാളിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അർബനൈസേഷൻ യൂഷ്വലി റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഫ്ലൂയിഡ് ഫ്രീക്വൻസി ബിക്കോസ്. ആൻസർ വരുന്നത് ബി ആണ്. ലെസ് വാട്ടർ ഈസ് ഏബിൾ ടു ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട്. So instead is discharged rapidly into streams. Okay, urbanization usually results in an increase of fluid frequency because less water is able to infiltrate into the ground. So instead is discharged rapidly into streams. ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. യൂഷ്വലി ദ ലാർജസ്റ്റ് ഫ്ലൂയിഡ്സ് ഇൻ എ സ്ട്രീം ഒക്കേഴ്സ്. ആൻസർ വരുന്നത് ബി ആണ്. ഫ്രീക്വൻ്റ്ലി എവറി ഫ്യൂ ഇയേഴ്സിൽ. ചില വർഷങ്ങളിൽ ഫ്രീക്വൻ്റ് ആയിട്ടത് ചെയ്യാറുണ്ട്. യൂഷ്വലി ലാർജസ്റ്റ് ഫ്ലൂയിഡ്സ് ഇൻ എ സ്ട്രീം ഒക്കേഴ്സ് ഫ്രീക്വൻ്റ്ലി എവറി ഫ്യൂ ഇയേഴ്സിൽ വരാറുണ്ട് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വൈബ്രേഷൻസ് റേഡിയേഷൻ ഫ്രം ഫോക്കസ് ഇൻ ഓൾ ഡിറക്ഷൻസ് ആസ്. ആൻസർ വരുന്നത് സീസ്മിക് വേവ്സ് ആണ്. വൈബ്രേഷൻ റേഡിയേറ്റ് ഫ്രം ഫോക്കസ് ഇൻ ഓൾ ഡിറക്ഷൻ ആസ്. ഫോക്കസിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ റേഡിയൻറ്റ് ഫോക്കസ് ഇൻ ഓൾ ഡിറക്ഷൻസ് ആസ് സീസ്മിക് വേവ്സ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാം എയർ ഡാഷ് ഈസ് ദ കോൾഡ് എയർ. ഹെവിയർ. വാം എയർ ഹെവിയർ ഈസ് ദാൻ കോൾഡ് എയർ. ഓക്കെ, വാം എയർ ഹെവിയർ ആയിരിക്കും കോൾഡ് എയറിനെക്കാട്ടിലും. ഓക്കെ, വാം എയർ ഈസ് ഹെവിയർ ദാൻ കോൾഡ് എയർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വി കാൺ യൂസ് too much water because we don't have a lot of it. Drought. I can't use too much water because we don't have a lot of it. Drought. ഓക്കെ, ആൻസർ വരുന്നത് ഡ്രൗട്ട് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മേജർ കോൺസിക്വൻസസ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ. എന്തൊക്കെയാണ് മേജർ കോൺസിക്വൻസസ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെത്? ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ. സ്റ്റോം സർജസ് ഉണ്ടാവും, ഹെവി റെയിൻ ഉണ്ടാവും, ഫിയേഴ്സ് വിൻഡ് ഉണ്ടാവും. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. 149 ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റീസൺ ഫോർ കോസ് ഓഫ് ഡ്രോട്ട്.
വാട്ട് ആർ ദ റീസൺ ഫോർ കോസ് ഓഫ് ഡ്രോട്ട്? ആൻസർ വരുന്നത് ഫ്ലൂട്ട്സ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് കോസ് ഓഫ് ഡ്രോട്ട്? ഫ്ലൂട്ട്സ് ആണ് കേട്ടോ അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് മോസ്റ്റ് ഫ്ലാഷ് ഫ്ലൂഡിങ്? വാട്ട് കോസ് മോസ്റ്റ് ഫ്ലാഷ് ഫ്ലൂഡിങ്? ആൻസർ വരുന്നത് സ്ലോ മൂവിങ് തണ്ടർ സ്റ്റോംസ്, അതുപോലെ തന്നെ തണ്ടർ സ്റ്റോം റിപ്പീറ്റ്ലി മൂവിങ് ഓവർ ദ സെയിം ഏരിയ. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? ബി ആണ് ആൻസർ വരുന്നത്. സ്ലോ മൂവിങ് തണ്ടർ സ്റ്റോംസ് റിപ്പീറ്റഡ്ലി മൂവിങ് ഓവർ ദ സെയിം ഏരിയ. ഓക്കെ, അതാണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഡോൾഡ്രംസ്? എന്താണ് ഡോൾഡ്രംസിൻ്റെ മീനിങ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഫൗണ്ട് ഓൺ ഇക്വേറ്റോറിയൽ കാം ഓവർ ദ സീ. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഫൗണ്ട് ഓൺ ഇക്വേറ്റോറിയൽ കാം ഓവർ ദ സീ ആണ് കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ ഡോൾഡ്രംസ്? ഡോൾഡ്രംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നത്. എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഫൗണ്ട് ഓൺ ഇക്വേറ്റോറിയൽ കാം ഓവർ ദ സീ, അതാണ് ഡോൾഡ്രംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഫൗണ്ട് ഓൺ ഇക്വറ്റോറിയൽ കാം ഓവർ ദ സീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സുനാമി മീൻ ഇൻ ജപ്പാനീസ്? ജപ്പാനീസിൽ എന്താണ് സുനാമിയുടെ അർത്ഥം? ടെറിബിൾ സ്റ്റോം ആണ്. ടെറിബിൾ സ്റ്റോം എന്നുള്ളതാണ് ജപ്പാനീസിലെ സുനാമിയുടെ അർത്ഥം. ടെറിബിൾ സ്റ്റോം. TSU എന്ന് പറഞ്ഞാൽ ടെറിബിൾ, നാമി എന്ന് പറഞ്ഞാൽ സ്റ്റോം. ഓക്കെ, നാമി എന്ന് പറഞ്ഞാൽ സ്റ്റോം. ടെറിബിൾ സ്റ്റോം എന്നാണ് ജപ്പാനീസിലെ സുനാമിയുടെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഫ്ലൂഡിങ്? എന്ത് ഫാക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫ്ലൂഡിങ്ങിന്? അടുത്ത ആൻസർ വരുന്നത് ബോത്ത് ഓഫ് ദ എബോവ് ആണ്. റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആൻഡ് റെയിൻഫാൾ ഡ്യൂറേഷനും. റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും റെയിൻഫാൾ ഡ്യൂറേഷനും വരുന്നുണ്ട് കേട്ടോ. രണ്ട് ആൻസറും കൂടി വരുന്ന സി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ബോത്ത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റി ആൻഡ് റെയിൻഫോൾ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫ്ലാഷ് ഫ്ലൂഡ്? എന്താണ് ഒരു ഫ്ലാഷ് ഫ്ലൂഡ് എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡി ആണ് ആൻസർ വരുന്നത്. എ ഫ്ലൂഡ് ദാറ്റ് ഹാപ്പൻസ് ഫാസ്റ്റ് വിത്ത് ലിറ്റിൽ വാർണിങ്സ്. എ ഫ്ലൂഡ് ദാറ്റ് ഹാപ്പൻസ് ഫാസ്റ്റ് വിത്ത് ലിറ്റിൽ വാർണിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വാട്ട് ഈസ് ഫ്ലാഷ് ഫ്ലൂഡ് എന്ന് പറഞ്ഞാൽ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ലാൻഡ് സ്ലൈഡ്? എന്താണ് ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ? ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആൻസർ വരുന്നത് സി ആണ്. സോയിൽ, റോക്ക് ആൻഡ് ഡെബ്രിസ് സ്ലൈഡിങ് ഡൗൺ എ സ്ലോപ്പ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സോയിൽ, റോക്ക് ആൻഡ് ഡെബ്രിസ് സ്ലൈഡിങ് ഡൗൺ എ സ്ലോപ്പ്. ഒരു സ്ലോപ്പിലൂടെ സ്ലൈഡ് ചെയ്ത് ഡൗണിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലാൻഡ് സ്ലൈഡ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സുനാമി? എന്താണ് ഒരു സുനാമി എന്ന് പറഞ്ഞാൽ? എ സീരീസ് ഓഫ് എ ഹ്യൂജ് വേവ്സ് അല്ലേ? ഒരു സീരീസ് ഓഫ് ഹ്യൂജ് വേവ്സ് ആണ്. സീരീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂജ് വേവ്സിൻ്റെ സീരീസാണ് എന്ത്? സുനാമി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൈക്ലോൺ? എന്താണ് ഒരു സൈക്ലോൺ എന്ന് പറഞ്ഞാൽ? എ ലോ പ്രഷർ സിസ്റ്റം വിത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് വിൻസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റം വിത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള വിൻസാണത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന കാറ്റിനെയാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാവാറുള്ളത്. അതിനെയാണ് നമ്മൾ സൈക്ലോൺ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡ്രൗട്ട്? എന്താണ് ഒരു ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ? നോ റെയിൻഫാൾ ഫോർ എ ലോങ് കണ്ടിന്യൂസ് പീരീഡ്. റെയിൻഫാൾ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഡ്രൗട്ട് എന്ന് പറയാം. നോ റെയിൻഫാൾ ഫോർ എ ലോങ് കണ്ടിന്യൂസ് പീരീഡ്. ഒരു കണ്ടിന്യൂസ് പീരീഡിൽ റെയിൻഫാളേ വരുന്നില്ല, അതിനെയാണ് നമ്മൾ ഡ്രൗട്ട് എന്ന് പറയാം കേട്ടോ. വരൾച്ച. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ് കോൾഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി ഗെറ്റ് എ ഡിസീസ് അറ്റ് ദ സെയിം ടൈം? വാട്ട് ഈസ് കോൾഡ് വെൻ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി ഗെറ്റ് എ ഡിസീസ് അറ്റ് എ സെയിം ടൈം? അതിനെന്താണെന്ന് പറയാം? ആൻസർ വരുന്നത് എപ്പിഡമിക് എന്നാണ് കേട്ടോ. എപ്പിഡമിക് ആണ് കേട്ടോ. എപ്പിഡമിക് എന്നാണ് അതിനെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിംഗ് ഓഫ് ഫയർ? എന്താണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ? ബെൽറ്റ് ഓഫ് വോൾക്കാനോസ് ഇൻ ദ സർക്കം പെസിഫിക് റീജിയൻ. ബെൽറ്റ് ഓഫ് വോൾക്കാനോസിനെയാണ്. റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൽറ്റ് ഓഫ് വോൾക്കാനോസ് ഇൻ ദ സർക്കം ഓഫ് പെസിഫിക് റീജിയൻ. പസഫിക് റീജിയനിലുള്ള സർക്കമിൽ ബെൽറ്റ് ഓഫ് വോൾക്കാനോസിനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ വിൻഡ് ബ്ലോയിങ് ഫ്രം സീ ടു ലാൻഡ്? വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ വിൻഡ് ബ്ലോയിങ് ഫ്രം സീ ടു ലാൻഡ്? അതിനെ നമ്മൾ എന്താ പറയുക? അടുത്ത സീ ബ്രീസ് എന്നാണ് പറയാം കേട്ടോ. കടൽക്കാറ്റ് എന്നാണ് പറയാം. കടൽക്കാറ്റ്, അതിനാണ് സീ ബ്രീസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇവൻറ്റ് ആൻഡ് ദ സൈസ് ഓഫ് സച്ച് ഇവൻറ്റ്സ്? ആൻസർ വരുന്നത് ഡി ആണ്. ഡി, ദർ ആർ മെനി സ്മോൾ ഇവൻറ്റ്സ്, എ മോഡറേറ്റ് നമ്പർ ഓഫ് ലാർജ് ഇവൻറ്റ്സ് ആൻഡ് ഫ്യൂ ജിയാൻഡ് ഇവൻറ്റ്സ് ഓഫ് എനി ഗിവൺ ടൈപ്പ്. എന്താണ് ഒരു നോർമൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇവൻറ്റ് ആൻഡ് ദ സൈസ് ഓഫ് സച്ച് ഇവൻറ്റ്സ്? അതിൻ്റെ റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. ദർ ആർ മെനി സ്മോൾ ഇവൻറ്റ്സ്, എ മോഡറേറ്റ് നമ്പർ ഓഫ് ലാർജ് ഇവൻറ്റ്സും എ ഫ്യൂ ജിയാൻഡ് ഇവൻറ്റ്സ് ഓഫ് എനി ഗിവൺ ടൈപ്പ്. അതാണ് എൻ്റെ ആൻസർ വരുന്നത് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ സുനാമി വേവ്സ്? ആൻസർ വരുന്നത് ഡി ആണ്, 800 km/h ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് എ സുനാമി വേവ്സ്? 800 km/h എന്ന് പറഞ്ഞാൽ എന്തൊരു ഫാസ്റ്റ് ആയിട്ടായിരിക്കും അല്ലേ? 800 km/h കേട്ടോ വരുന്നത്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സുനാമി വേവ്സ്? 800 km/h ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 164 ക്വസ്റ്റ്യൻ, വാട്ട് % ഓഫ് earthquakes ആൻഡ് സുനാമീസ് അക്കൗണ്ട് ഫോർ വേൾഡ് ഡിസാസ്റ്റർ? വാട്ട് ഇസ് ദ % ഓഫ് earthquakes ആൻഡ് സുനാമി അക്കൗണ്ട് ഫോർ വേൾഡ് ഡിസാസ്റ്റർ? വേൾഡ് ഡിസാസ്റ്ററിലുള്ളത് ആൻസർ വരുന്നത് 8% കേട്ടോ. % ഓഫ് earthquakesൻ്റെ 8% കേട്ടോ വരുന്നത്, 8%. സുനാമിയുടെ ഒരു വേവ്സിൻ്റെ സ്പീഡ് എത്രയാണ്? 800 km/h ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ പവർഫുൾ earthquake struck സൗത്ത് ഈസ്റ്റേൺ ഇറാൻ ആൻഡ് കോസ്റ്റ് എനോർമസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, കില്ലിംഗ് 3000 അല്ല 30,000 പീപ്പിൾ. ആൻസർ വരുന്നത് 26/12/2003. ഓക്കെ, 26/12/2003 ഡിസംബറിലാണ് കേട്ടോ സംഭവിച്ചിട്ടുള്ളത്. 26 ഡിസംബർ 2003 സംഭവിച്ചിട്ടുള്ള ഒരു പവർഫുൾ എർത്തുക്വേക്ക് സ്ട്രക്ക് ഓൺ സൗത്ത് ഈസ്റ്റേൺ ഇറാൻ ആൻഡ് കോസ്റ്റ് എനോർമസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, കില്ലിംഗ് 30,000 പീപ്പിൾസിനെ. അപ്പോൾ അതിന് ആൻസർ വരുന്നത് എ ആണ്, 2003 ഡിസംബർ 26 സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ 26/12/2003 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ റിവേഴ്സ് വാട്ടർ ലെവൽ റീച്ചസ് 10 meters. ദിസ് മീൻസ് ദാറ്റ് ഒരു റിവർ വാട്ടർ ലെവൽ എന്ത് ചെയ്യാണ്? 10 meter റീച്ച് ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. വാട്ടർ ലെവൽ ഈസ് 10 meters അബോവ് മീൻസ് സീ ലെവൽ ഓർ ആൻ ആർബിട്രറി സീറോ ലെവൽ. അതിന് ദ വാട്ടർ ലെവൽ ഈസ് 10 meters അബോവ് മീൻസ് സീ ലെവൽ ഓർ ആൻ ആർബിട്രറി സീറോ ലെവൽ. അത് സീ ലെവലോ അല്ലെങ്കിൽ ഒരു ആർബിട്രറി സീറോ ലെവലോ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് സി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഫോറസ്റ്റ്സ് ആർ കട്ട് ഓർ ബേൺ ഡൗൺ എന്താ സംഭവിക്കുക? വാട്ടർ ക്യാൻ ഫ്ലോ അവേ വെരി ക്വിക്ക്ലി ആൻഡ് കോസ് മഡ് സ്ലൈഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു ഫോറസ്റ്റ് കട്ട് ചെയ്യാണ്, ബേൺ ഡൗൺ ആയി. അപ്പോൾ എന്താ സംഭവിക്കുക? വാട്ടർ ക്യാൻ ഫ്ലോ അവേ വെരി ക്വിക്ക്ലി, പെട്ടെന്ന് തന്നെ വാട്ടർ അവിടെ നിന്ന് ഫ്ലോ ചെയ്യും. അതിനുശേഷം അതവിടെ മഡ് സ്ലൈഡ്സ് ഉണ്ടാകാനും ചാൻസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഈസ് എ ലാർജ് ഇവൻറ്റ് സച്ച് ആസ് മേജർ എർത്തുക്വേക്സ് നോട്ട് എ ഡിസാസ്റ്റർ? ഒരു വെൻ ഈസ് എ ലാർജ് ഇവൻറ്റ് സച്ച് ആസ് മേജർ എർത്തുക്വേക്സ് നോട്ട് എ ഡിസാസ്റ്റർ. ആൻസർ വരുന്നത് ഡി ആണ്, വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ എൻ ഏരിയ വിത്തൗട്ട് എനി പീപ്പിൾ. വെൻ ഇറ്റ് ഹാപ്പൻസ് ഇൻ എൻ ഏരിയ വിത്തൗട്ട് എനി പീപ്പിൾ ആണ് കേട്ടോ. ലാർജ് ഇവൻറ്റ് സജസ്റ്റ് മേജർ എർത്തുക്വേക്സ് നോട്ട് എ ഡിസാസ്റ്റർ. മേജർ എർത്തുക്വേക്സ് മാത്രമാണ് ഡിസാസ്റ്റർ അല്ലാതാവുന്നത് എപ്പോഴാണ്? അവിടെ പീപ്പിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അതൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറില്ല, എർത്തുക്വേക്ക് മാത്രമായിരിക്കും. ഓക്കെ, ഏരിയ വിത്തൗട്ട് എനി പീപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുള്ളൂ, അല്ലെങ്കിൽ അതൊരു എർത്തുക്വേക്ക് മാത്രമായിട്ടായിരിക്കും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ, 161 ക്വസ്റ്റ്യൻ, വെൻ വിൻഡ് സ്പീഡ് ഇൻക്രീസസ് എയർ പ്രഷർ എന്താ ചെയ്യുക? ഡിക്രീസസ്. വിൻഡ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രഷർ കുറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വിൻഡിൻ്റെ സ്പീഡ് കൂടുക. ഓക്കെ, വിൻഡിൻ്റെ സ്പീഡ് കൂടി എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഡിക്രീസസ് ആണ് ആൻസർ വരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഏരിയ ഇൻ ദ വേൾഡ് വിറ്റ്നസ് ഹയസ്റ്റ് സീസ്മിക് എർത്ത്ക്വേക്ക് ആക്ടിവിറ്റി ഇൻ ദ വേൾഡ്? ആൻസർ വരുന്നത് ബി ആണ്, സർക്കം പസഫിക് ബെൽറ്റ് കേട്ടോ. സർക്കം പസഫിക് ബെൽറ്റ് ആയിരുന്നു ഹയസ്റ്റ് സീസ്മിക് എർത്ത്ക്വേക്ക് കേട്ടോ, സർക്കം പസഫിക് ബെൽറ്റ്. ഓക്കെ, സർക്കം പസഫിക് ബെൽറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചോയ്സ് ഈസ് എ മാൻ മെയ്ഡ് ട്രിഗർ ഓഫ് ലാൻഡ് സ്ലൈഡ്സ്? ഏത് ചോയ്സ് ഈസ് എ മാൻ മെയ്ഡ് ട്രിഗർ ഓഫ് ലാൻഡ് സ്ലൈഡ്? ആൻസർ വരുന്നത് ബ്ലാസ്റ്റിംഗ് ആണ് കേട്ടോ, ബ്ലാസ്റ്റിംഗ്. ഏത് ചോയ്സ് ആണ് മാൻ മെയ്ഡ് ട്രിഗർ ഓഫ് ലാൻഡ് സ്ലൈഡ്സ്? ആൻസർ വരുന്നത് ബ്ലാസ്റ്റിംഗ് ആണ്, ബ്ലാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ മോസ്റ്റ് ഫോറസ്റ്റ് ഫയർ പ്രോൺ കൺട്രി ഇൻ ദ വേൾഡ്? ആൻസർ വരുന്നത് സി ആണ്, ഓസ്ട്രേലിയയാണ്. ഏത് കൺട്രിയാണ് മോസ്റ്റ് ഫോറസ്റ്റ് ഫയർ പ്രോൺ കൺട്രി ഇൻ ദ വേൾഡ്? ആൻസർ വരുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ, ഓസ്ട്രേലിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോൺ ആസ് സീസ്മിക് വേവ്? എന്തിനാണ് സീസ്മിക് വേവ് എന്ന് പറയുക? സുനാമി ബീനെയാണ് നമ്മൾ ബി അല്ല, സുനാമീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസ്മിക് വേവ് എന്ന് പറയുന്നത് കേട്ടോ. സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുനാമി. സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു തരംഗം അല്ലേ? സീസ്മിക് എന്ന് പറഞ്ഞാൽ ഭയാനകം എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, സീസ്മിക് വേവ് എന്നാണ് സുനാമീൻ്റെ മറ്റൊരു പേരാണ് സീസ്മിക് വേവ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റീജിയണൽ ഫ്ലൂഡ്? ഇതിനകത്ത് ഏതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തൊരു റീജിയണൽ ഫ്ലൂഡിൻ്റെ? ആൻസർ വരുന്നത് സ്മോൾ ഡ്രൈനേജ് ബാസിനാണ്. സ്മോൾ ഡ്രൈനേജ് ബാസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റീജിയണൽ ഫ്ലൂഡാണ് എന്ത്? സ്മോൾ ഡ്രൈനേജ് ബാസിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ കോസ് ഓഫ് കോളറ? എന്താണ് ഒരു കോളറയുടെ മെയിൻ കോസ്? പുവർ സാനിറ്റേഷൻ ആയിരിക്കും. പുവർ സാനിറ്റേഷനാണ്
ഒരു കോളറയുടെ പ്രധാനമായിട്ടുള്ളൊരു കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഇൻ ന്യൂസിലാൻഡ്? ഏതാണ് മോസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഇൻ ന്യൂസിലാൻഡ്? ആൻസർ വരുന്നത് ഫ്ലൂഡ്സ് ആണ് കേട്ടോ. അവിടെ ഫ്ലൂഡ്സ് ആണ് കൂടുതലായിട്ടും വരുന്ന പ്രശ്നം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ലൊക്കേഷൻ ഫോർ എ സുനാമി ഹസാർഡ്? എ ബേ വിത്ത് എ നൈസ് സാൻഡി ബീച്ച് അറ്റ് ഇറ്റ്സ് എൻഡ്. എ ബേ വിത്ത് എ നൈസ് സാൻഡി ബീച്ച് അറ്റ് ഇറ്റ്സ് എൻഡ് കേട്ടോ. അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഇതിലാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ലൊക്കേഷനാണ് സുനാമി ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഒരു ബേ വിത്ത് എ നൈസ് സാൻഡി ബീച്ച് അറ്റ് ഇറ്റ്സ് എൻഡ്. അങ്ങനെ ഒരു ആൻസർ കാണുകയാണെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. എ ബേ വിത്ത് എ നൈസ് സാൻഡി ബീച്ച് അറ്റ് ഇറ്റ്സ് എൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് കോസിങ് ഫോർ മിനാമദ ഡിസീസ്? നമ്മൾ മുന്നേ എൻവയോൺമെൻറ്റിൽ നോക്കിയ സമയത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, കറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏത് മെറ്റലാണ് കോസ് ചെയ്യുന്നത് മിനാമദ ഡിസീസ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് മെർക്കുറിയാണ് കേട്ടോ, മെർക്കുറി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നാച്ചുറൽ ഹസാർഡ് ഹാസ് കോസ്ഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ദ ഡെത്ത് ഇൻ എ സിംഗിൾ ഇവൻറ്റ്? ആൻസർ വരുന്നത് എ ആണ്, എർത്ത് ക്വേക്ക്. ബി, ഏത് നാച്ചുറൽ ഹസാർഡാണ് കോസ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ സിംഗിൾ ഇവൻറ്റ്? ഒരു സിംഗിൾ ഇവൻറ്റ് കൊണ്ട് ഇത്രയും ആളുകളെ കൊല്ലാൻ പറ്റുന്നത് എർത്ത് ക്വേക്ക്. ബി ആണ് കേട്ടോ, സോറി ബി അല്ല, എർത്ത് ക്വേക്ക് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നാച്ചുറൽ ഹസാർഡ് ഹാസ് റിസൾട്ടഡ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് മോണിറ്ററി ലോസസ് ഇൻ എ സിംഗിൾ ഇവൻറ്റ് ഫോർ ദ പീരീഡ് ഓഫ് ടൈം ലിസ്റ്റഡ് എന്ന് ചോദിക്കുന്നത് എർത്ത് ക്വേക്ക് തന്നെയാണ് ആൻസർ വരുന്നത്. അതും എർത്ത് ക്വേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഫ്ലൂഡിങ്? ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ അബോവ്. സോണിങ്സ് ആൻഡ് ബിൽഡിംഗ് റെഗുലേഷൻസ് ഫോർ ന്യൂ ഡെവലപ്മെൻറ്റ്സ്, ഡാംസ്, ഡിറ്റൻഷൻസ്, ബേസിൻസ്, ലീവ്സ്, ലെവീസ്, ഫ്ലൂഡ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസാസ്റ്റർ ക്യാൻ ബി ട്രിഗേർഡ് ബൈ ആൻ എർത്ത് ക്വേക്ക്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസാസ്റ്റർ ക്യാൻ ബി ട്രിഗേർഡ് ബൈ ആൻ എർത്ത് ക്വേക്ക്? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. സുനാമി, ഇൻറ്റൻസ് ഗ്രൗണ്ട് ഷേക്കിംഗ്, ലാൻഡ് സ്ലൈഡ്, ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അല്ല, നേരത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫ്ലൂഡ്സ് എന്നാന്ന് മനസ്സിലായോ? ഫ്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖത്തിന് കാരണമാകുന്ന ഫ്ലൂസ് ആണ് കേട്ടോ. ഫ്ലൂസ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമുക്ക് കൂടുതലും ഫ്ലൂസൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഫ്ലൂസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരികയാണ്, ഒരു ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ കാരണമാകുന്ന ചില ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഫ്ലൂസ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ അസുഖകാരികളെന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൻസറാണ് എൻ്റെ ഫ്ലൂട്ട്സിൻ്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എർത്ത് ക്വേക്കിനെ ട്രിഗർ ചെയ്യുന്ന ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? എല്ലാം ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ അബോവ് ആൻസർ വരുന്നത്. 183 ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് appeared as public health concern in the last quarter of 20th century? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. HIV, എബോള വൈറസ്, എസ്കരീഷ്യ കൊളായി, എല്ലാം ഇതിനകത്ത് ആൻസർ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, which of the following emits dangerous radioactive wastes forcing the government to eliminate its use? ഇതിനകത്ത് ഏതാണ് എമിറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റസ് ഫോഴ്സിങ് ദ ഗവൺമെൻറ് ടു എലിമിനേറ്റ് ഇറ്റ്സ് യൂസ്? ആൻസർ വരുന്നത് ന്യൂക്ലിയർ എനർജിയാണ് കേട്ടോ. ന്യൂക്ലിയർ എനർജിയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റസ് ഫോഴ്സിങ് ദ ഗവൺമെൻറ് ടു എലിമിനേറ്റ് ഇറ്റ്സ് യൂസസ് ന്യൂക്ലിയർ എനർജിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ മോർ വൾണറബിൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ? ആൻസർ വരുന്നത് വുമണ്, ചിൽഡ്രന്, ഓൾഡ് പീപ്പിളൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് ഏതാണ് പീപ്പിൾ ആർ മോർ വൾണറബിൾ ആയിട്ടുള്ള പീപ്പിൾ ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ? ആൻസർ വരുന്നത് വുമണ്, ചിൽഡ്രന്, ഓൾഡ് പീപ്പിളാണ്. വുമണും ചിൽഡ്രനും ഓൾഡ് പീപ്പിൾസും ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ? ഇതിനകത്ത് ഏതാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ? ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. ഇതിനകത്തെല്ലാം മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ പ്രസിപ്പിറ്റേഷൻ ഫ്ലൂഡ്? ഇതിനകത്ത് ഏതാണ് ഒരു പ്രസിപ്പിറ്റേഷൻ ഫ്ലൂഡ് അല്ലാത്തത്? ആൻസർ വരുന്നത് കോസ്റ്റൽ ഫ്ലൂഡാണ് കേട്ടോ. കോസ്റ്റൽ ഫ്ലൂഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഓഫ് ഫ്ലൂഡ്സ്? എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ഓഫ് ഫ്ലൂഡ്സ് ഇതിനകത്ത് ഏതാണ് ചോദിക്കുന്നത്? ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ്. ഇതെല്ലാം വരുന്നുണ്ട്. ഡിസ്പേഴ്സൽ ഓഫ് വീഡ് സ്പീഷീസ് ഉണ്ട്, എറോഷൻ ഓഫ് സോയിൽസ് ഉണ്ട്, റിലീസ് ഓഫ് പൊല്യൂട്ടൻസ് ഇൻ ടു വാട്ടർ വേസ് ഉണ്ട്, എല്ലാം ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾ ഓഫ് ദ അബോവ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഓൾ ഓഫ് ദ അബോവ് ആണ്. അതുപോലെ തന്നെ നോൺ പ്രസിപ്പിറ്റേഷൻ ഫ്ലൂഡ് എന്ന് പറയുന്നത് അത് കോസ്റ്റൽ ഫ്ലൂഡാണ് കേട്ടോ. നോൺ പ്രസിപ്പിറ്റേഷൻ ഫ്ലൂഡ് കോസ്റ്റൽ ഫ്ലൂഡാണ്. ഇതിനകത്ത് എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് ഓഫ് ഫ്ലൂഡ്സ് എന്ന് ചോദിക്കുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ
ഡോമിനോ എഫക്റ്റ്, ഇതിനകത്ത് ഏതാണ് ഡോമിനോ എഫക്റ്റിന് എക്സാമ്പിളായിട്ട് പറയുന്നത്? ഗ്ലോബൽ വാർമിംഗ് ദാറ്റ് കോസസ് മോർ റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ആർട്ടിക് സീ ഐസ് ദാറ്റ് റിസൾട്ട് ഇൻ ഫർദർ സീ ഐസ് മെൽറ്റിംഗ്. സീ ഐസ് മെൽറ്റിങ്ങിന് കാരണമാകുന്നത്. ഓക്കെ, ഡോമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോമിനോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണമായിട്ട് അത് കോസ് ചെയ്യാണ് മോർ റാപ്പിഡ് മെൽറ്റിംഗ് ഓഫ് ആർട്ടിക് എന്നാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. ആർട്ടിക് സീ ഐസ്. ആർട്ടിക്കിലാണല്ലോ സീയിൽ മൊത്തം ഐസായിട്ട് കിടക്കുന്നത്, ആർട്ടിക് റീജിയൻസിലല്ലേ, അതായത് പോൾ റീജിയൻസ്. ഓക്കെ, അപ്പോൾ ആർട്ടിക് സീ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഫർദർ സീ ഐസ് മെൽറ്റ് ചെയ്യാൻ കാരണമാകുന്നു. അതിനെ ഡോമിനോ എഫക്റ്റ് എന്നാണ് പറയുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ലാനിന എഫക്റ്റ്? ഇതിനകത്ത് ഏതാണ് അസോസിയേറ്റ് ചെയ്യുന്നത് ലാനിന എഫക്റ്റിന്? ആൻസർ സി ആണ് വരുന്നത്. ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് അബോവ് ആവറേജ് റെയിൻഫാൾ ഇൻ ഈസ്റ്റേൺ ഓസ്ട്രേലിയ. ഓക്കെ, ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് അബോവ് ആവറേജ് റെയിൻഫാൾ ഇൻ ഈസ്റ്റേൺ ഓസ്ട്രേലിയ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അസോസിയേറ്റ് വിത്ത് ലാനിന ഇവൻ്റ്. എന്താണ് ലാനിന ഇവൻ്റ് എന്ന് പറയുന്നത്? അതൊരു ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് അബോവ് ആവറേജ് റെയിൻഫാൾ ആണ് ഇൻ ഈസ്റ്റേൺ ഓസ്ട്രേലിയ. ഓക്കെ, അതാണ് ആൻസർ വരുന്നത്. ഈസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരു ആൻസർ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ലൈറ്റ് ഹൗസ് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ. ഓക്കെ, സോറി, ആൻസർ വരുന്നത് ബി ആണ്, സ്ട്രോംബോളി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ലൈറ്റ് ഹൗസ് ഓഫ് മെഡിറ്ററേനിയൻ സീ. ലൈറ്റ് ഹൗസ് ഓഫ് മെഡിറ്ററേനിയൻ സീ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? സ്ട്രോംബോളി എന്നാണ് കേട്ടോ. സ്ട്രോംബോളിയാണ് ആൻസർ വരുന്നത് കേട്ടോ. സി അതിനകത്തുള്ളതല്ല, നമുക്കറിയാതെ അതിനകത്ത് വായിച്ചു പോവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മാൻമെയ്ഡ് ഹസാർഡ്? ഇതിനകത്ത് ഏതാണ് മാൻമെയ്ഡ് ഹസാർഡ് അല്ലാത്തത്? ആൻസർ വരുന്നത് സി ആണ്, ഡ്രൗട്ടാണ് കേട്ടോ. ഡ്രൗട്ട് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഹസാർഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ അറ്റ്മോസ്ഫിയറിക് ഹസാർഡ്? ഇതിനകത്ത് ഏതാണ് അറ്റ്മോസ്ഫിയറിക് ഹസാർഡ് അല്ലാത്തത്? എപ്പിഡമിക് ഇൻ ഹ്യൂമൺ എന്ന് പറയുന്നത് എന്തല്ല? അറ്റ്മോസ്ഫിയറിക് ഹസാർഡ് അല്ലല്ലോ. ഓക്കെ, എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എപ്പിഡമിക്? ഇതിനകത്ത് ഏതാണ് ഒരു എപ്പിഡമിക് അല്ലാത്തത്? HIV, എയ്ഡ്സ്. ഇതൊന്നും എപ്പിഡമിക് അല്ല കേട്ടോ. HIV, എയ്ഡ്സ് ഒന്നും എപ്പിഡമിക് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിലേറ്റഡ് ടു ആസിഡ് റെയിൻ? ഇതിനകത്ത് ഏതാണ് ആസിഡ് റെയിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ വരുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ആസിഡ് റെയിനായിട്ട് ബന്ധപ്പെട്ടുള്ളത് സൾഫർ ഡയോക്സൈഡ് ആണ്. അതിൻ്റെ സംയുക്തങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആസിഡ് റെയിനിന് കാരണമാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പീരിയോഡിക് ചേഞ്ച്? ഇതിനകത്ത് ഏതാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പീരിയോഡിക് ചേഞ്ചിന്? ആൻസർ വരുന്നത് ഹിയർ ബീറ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് ഏതാണ് റെസ്പോൺസിബിൾ ഫോർ പീരിയോഡിക് ചേഞ്ച്? പീരിയോഡിക് ചേഞ്ചിന് കാരണം ഹിയർ ബീറ്റ് ആണ്. ഓക്കെ, ഹിയർ ബീറ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സീസണലി റിലേറ്റഡ് ഹസാർഡ്? സീസണലി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ് ഇതിനകത്ത് ഏതാണ് ചോദിക്കുന്നത്? നൺ ഓഫ് ദ അബോവ്. ഇതിനകത്ത് ഏതുമല്ല. അപ്പോൾ സീസണലി റിലേറ്റഡ് ഹസാർഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊന്നും സീസണലി ഉള്ളതല്ല. അപ്പോൾ നൺ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. ടെററിസ്റ്റ് വോൾക്കാനിക് എറപ്ഷൻ ഒന്നും സീസണലല്ലോ, എർത്ത് കേക്ക് ഒന്നും സീസണലല്ല. അപ്പോൾ അതിന് ആൻസർ എന്താണ്? നൺ ഓഫ് ദ അബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? ഇതിനകത്ത് ഏതാണ് ട്രൂ ആയിട്ടുള്ള കാര്യം? ഫ്ലൂഡ് വാർണിങ്സ്. ആൻസർ വരുന്നത് എന്താണ്? ബി ആണ് ആൻസർ വരുന്നത്. ഷുഡ് ഇൻഡിക്കേറ്റ് വാട്ട് ദ ത്രെറ്റ് ഈസ്. വാട്ട് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ഹൂം ആൻഡ് വെൻ. അതാണ് ആൻസർ വരുന്നത് കേട്ടോ. എന്താണ് ഇതിനകത്ത് ട്രൂ? ഫ്ലൂഡ് വാർണിങ്സിൽ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്ന് ചോദിക്കുന്നത്? ഷുഡ് ഇൻഡിക്കേറ്റ് വാട്ട് ദ ത്രെറ്റ് ഈസ്. ആ ഫ്ലൂഡ് വാർണിങ്ങിൽ എന്താണ് ത്രെറ്റ് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ, എന്ത് ആക്ഷൻ എടുത്തു, ബൈ ഹൂം ആൻഡ് വെൻ, ആരെടുത്തു അതുപോലെ തന്നെ എപ്പോഴെടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പം അതാണ് ട്രൂ ആയിട്ടുള്ള കാര്യം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് വിച്ച് ഏരിയാസ് വിൽ ബി inundated during a flood based on river height information? ഇതിനകത്ത് ഏതാണ് യൂസ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് വിച്ച് ഏരിയാസ് വിൽ ബി inundated during a flood based on river height information. ആൻസർ വരുന്നത് നൺ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏതും അല്ല ആൻസർ വരുന്നത്. ഇതിനകത്ത് ഏത് എസ്റ്റിമേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്? ടു എസ്റ്റിമേറ്റ് വിച്ച് ഏരിയാസ് വിൽ ബി inundated during a flood based on റിവർ ഹൈറ്റ് ഇൻഫർമേഷൻ. ആൻസർ നൺ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡ്സ് ടു എർത്ത് ക്വേക്ക്? ഇതിനകത്ത് ഏതാണ് എർത്ത് ക്വേക്കിലേക്ക് നയിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ അബോവ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏതാണ് എർത്ത് ക്വേക്കിലേക്ക് ലീഡ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിൻ്റെ അടിയിലുള്ള പ്ലേറ്റ്സ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. മൂവ്മെൻറ്റ് ഓഫ് പ്ലേറ്റ്സ്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഓൾ ഓഫ് ദ അബോവ് എർത്ത് ക്വേക്കിന് കാരണമാകുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് മിനറൽസ്
ഓക്കെ, അതൊക്കെ എക്സ്ട്രാക്റ്റ് ആയിട്ട് പോകുന്നതൊക്കെ എന്താണ്, എർത്ത് ക്വേക്കിന് കാരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഒത്തിരി എക്സ്റ്റെൻഡ് ആയിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എക്സാംസിന് വേണ്ടി നന്നായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.